ശശി തരൂറിനെ BJP-യിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് പത്മജ വേണുഗോപാൽ. താൻ അനുഭവിച്ച അതേ വേദന തന്നെയാണ് തരൂർ ഇപ്പോൾ കോൺഗ്രസിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ധൈര്യമായി കയറി വന്നോളൂ എന്ന് വാതിൽ തുറന്നിട്ട് ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും തരൂർ പോകില്ല എന്ന് ഉറപ്പിക്കുമ്പോഴും പത്മജയുടെ വിളിയിൽ മയങ്ങാൻ സാധ്യതയുണ്ടോ? തരൂരിന്റെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരവസ്ഥയിലാണ് പുള്ളിയുടെ. ആ ഒരു തോന്നല് നേരത്തെ ആദ്യമേ ഉണ്ടായത് പത്മജ വേണുഗോപാലിന്. അതിന് ശേഷമാണ് ഇപ്പോൾ തരൂരിനെ പോലെ. കാരണം കോൺഗ്രസിൽ നോക്കുമ്പോൾ സ്ഥിരമായിട്ട് കുറച്ച് നേതാക്കന്മാരുണ്ട്. അവർ കൂടുതലും ഡൽഹി കേന്ദ്രീകരിച്ച് ഇപ്പം മുഖ്യമന്ത്രി ആരാവും എന്നുള്ള ചർച്ചയില്ല. അതിൻ്റെ ഇടയ്ക്ക് അവർ വേറെ അതിനും ഇടയിലേക്ക് വരുന്ന കഴിവുള്ള അല്ലെങ്കിൽ നമുക്ക് ആളുകൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമുള്ള നേതാക്കന്മാരെയൊന്നും അവർ നോക്കുന്നില്ല. അവരവരുടെ ഗ്രൂപ്പിസം അല്ലെങ്കിൽ ചില പാർട്ടികൾ, അതായത് ചില മത പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാര്യങ്ങളിലൊക്കെ അവർ കൂടുതൽ പോണത്. അതുകൊണ്ട് പിന്നെ ഇപ്പം തരൂര് വരുമോ ഇല്ല എന്നതിനേക്കാൾ കൂടുതൽ പത്മജ പറയുന്നത് ശരിയാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ വളർത്തണമെന്നൊന്നും അവർക്ക് ഇല്ല. BJP-യെ സംബന്ധിച്ചിടത്തോളം സ്ഥാനമാനങ്ങൾക്ക് അപ്പുറം പാർട്ടി വളരണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ CPM അത്തരത്തിൽ ആഗ്രഹമുണ്ട്, സ്ഥാനമാനങ്ങൾക്കപ്പുറം പാർട്ടിയെ വളർത്തണം എന്നുള്ളതാണ്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങളായി അവർ പിന്തുടരുന്ന ഒരു നിലപാട് നയം എന്ന് പറയുന്നത് സ്ഥാനമാനങ്ങളാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധി പോലും പാർട്ടിക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്. ഭാവി പ്രധാനമന്ത്രി കുടുംബവാഴ്ച, ഞാനില്ലെങ്കിൽ അനിയത്തി, അമ്മ ഇല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ അനിയത്തി, ഈ ഒരു ലെവലിലേക്കാണ് പോകുന്നത്. പ്രിയങ്ക കഴിഞ്ഞാൽ പ്രിയങ്കയുടെ മകൻ വരുന്നു, മകന്റെ പേരൊക്കെ മാറ്റിക്കൊണ്ടുവരുന്നു മകനെ. ഇപ്പോ രാഷ്ട്രീയത്തിൽ മകനെ സജീവമാക്കണം. ഇതാണ് അല്ലെ, ഒരുപാട് നല്ലവരായ ചെറുപ്പക്കാരുണ്ട് കോൺഗ്രസിൽ. അവരെയൊക്കെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ ശശി തരൂരിനെ സംബന്ധിച്ചുള്ള ശശി തരൂർ വിശ്വപൗരൻ എന്നതിലുപരി അദ്ദേഹത്തിന് എല്ലാ മേഖലകളിലും കഴിവ് തെളിയിക്കാൻ പറ്റിയ ഒരാളാണ് ശശി തരൂർ. പക്ഷേ അദ്ദേഹത്തെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ KC ഒക്കെ ഈ ഇടയിൽ നിന്ന് കളിക്കുന്ന ഒരു ഇടനിലക്കാരനായി മാറുന്നത് കൊണ്ട് രാഹുൽ ഗാന്ധിക്കായാലും കൂടുതൽ കേരളത്തിലെ നേതാക്കളുമായി ബന്ധപ്പെടാൻ കഴിയില്ല. ഇപ്പൊ നമ്മൾ പറയും മോഹൻലാലിനെ വിളിക്കുമ്പോൾ ആന്റണി പെരുമ്പാവൂർ വരെ നമുക്ക് എത്താൻ കഴിയൂ. ആന്റണി പറഞ്ഞാലേ മോഹൻലാല് ഫോൺ എടുത്ത് സംസാരിക്കുന്നതൊക്കെ. പെരുമ്പാവൂർ ഒരിക്കലും മോഹൻലാലിനെ ചതിച്ചിട്ടല്ല നിൽക്കുന്നത്. അതെ, KC എങ്ങനെയാ കേസിയുടെ കാര്യങ്ങൾ മാത്രമേ അവിടെ അറിയിക്കുന്നില്ല, KC ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ അല്ല. നമ്മൾ പറയുമ്പോൾ അതുവരെ എത്തൂ. ഇവിടെയും അതുപോലെയാണ്, KCയുടെ വരെ എത്തൂ. KCക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ടേക്ക് പോകൂ. സ്വാഭാവികമായും കേരളത്തിലെ VD സതീശനെയോ രമേശ് ചെന്നിത്തലയോ സുധാകരനെയോ തരൂറിനെയോ ഒന്നും KCക്ക് താല്പര്യമില്ല. കാരണം KC ആലപ്പുഴ MP ആയി ജയിച്ചത് മുതൽ KC തട്ടി വെച്ചിരിക്കുന്ന കുപ്പായം അവിടെ നിന്ന് രാജിവെച്ചിട്ട് നിയമസഭയിൽ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയിൽ നിന്നുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുക. കാരണം ഇന്ത്യ ടുഡേയുടെ സർവേ റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ 2026 UDF തരംഗം എന്നുള്ളത് എല്ലാ നേതാക്കന്മാർക്കും അറിയാം. അപ്പൊ ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ പറയുക, മുഖ്യമന്ത്രി കുപ്പായം അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേരയാണ്. അല്ലാതെ പാർട്ടിയെ വളർത്തുകയോ പാർട്ടിക്ക് വോട്ടിംഗ് ഷെയർ ഉണ്ടാക്കുകയോ പാർട്ടിയെ പിടിച്ച് 70 വർഷം ഭരിച്ച കോൺഗ്രസിന് ഇന്ത്യയിൽ ഒരു തരത്തിലുമുള്ള നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല. 27 വർഷം മാറി നിന്ന BJP-ക്ക് ഇന്ദ്രപ്രസ്ഥം കൈപ്പിടിയിൽ ഒതുക്കാൻ വെറും 10 വർഷമേ ആം ആദ്മി പാർട്ടിയെ കസേരയിൽ ഇരുത്താൻ സാധിച്ചു. അപ്പൊ അവരെന്തുമാത്രം തന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങിയിരിക്കണം എത്ര കാലങ്ങൾ കൊണ്ട്. 15 വർഷത്തിന് ശേഷമാണ്, 15 വർഷത്തിന് മുൻപെയാണ് കോൺഗ്രസ് അവിടെ നിന്ന് മാറിയത്. ആ കോൺഗ്രസിന് 0 ഡൽഹിയിലെ സീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ സ്വയം ചിന്തിക്കേണ്ട സമയമായി. പക്ഷെ ചിന്തിക്കില്ല. കാരണം പാർട്ടി നന്നാവേണ്ട അവരുടെ ലക്ഷ്യം സ്ഥാനമാനങ്ങൾ, ആരായിരിക്കണം മുഖ്യമന്ത്രി, ഇതിന് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചാൽ അടുത്ത ആഭ്യന്തരം ആർക്കായിരിക്കണം, പിന്നെ കൈയിട്ട് വരാൻ പറ്റുന്ന വകുപ്പുകളൊക്കെ കിട്ടുന്നത് ആർക്കായിരിക്കണം, ഇതൊക്കെയാണ് അവർ ഇപ്പോഴേ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇതിന്റെ മുന്നിലേക്കാണ് ശശി തരൂർ ഇപ്പോൾ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. കേരളത്തിന്റെ കോൺഗ്രസിലെ കേരളത്തിന്റെ ഘടകം, അതിൽ കുറെ മാറ്റങ്ങൾ വരുത്താനുണ്ട്. അക്കാര്യത്തിൽ തന്റെ കൂടെ ഇടപെടൽ ഉണ്ടാകണമെന്നുള്ള. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അസ്വസ്ഥത കേരളത്തിലെ നേതാക്കന്മാർക്ക് ഉണ്ടാകും. കാരണം എല്ലാവരും കുപ്പായം തച്ച് വെച്ച് നടക്കുകയാണല്ലോ. പിണറായി കസേര ഒഴിഞ്ഞാൽ അതിലേക്ക് ഞാനെന്ന് സതീശൻ പറയുന്നു, ഞാനെന്ന് ചെന്നിത്തല പറയുന്നു, നിങ്ങൾ ആരുമല്ല എന്ന് സുധാകരൻ പറയുന്നു. ഇവരെ ഒക്കെ അടിച്ചമർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പെട്ടിപിടുത്തക്കാരനാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് KC വരുന്നു. അപ്പോൾ ഇതൊക്കെ വലിയ ചർച്ചയാകുമ്പോൾ കേരളത്തിൽ കൂടി കോൺഗ്രസിന് പ്രതിപക്ഷം കൂടി ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് മാറുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് രാജസ്ഥാനിലെ ഒരു ഇലക്ഷൻ ഇനി
അത് കിട്ടിയില്ലെങ്കിൽ അതെങ്കിലും ആയിക്കോട്ടെ എന്നോർത്താണ് രാജസ്ഥാനിൽ പോയി ഇലക്ഷനിൽ നിന്ന് ജയിച്ചു നിൽക്കുന്നത് പോലും. അല്ല, ഈ പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും കരുണാകരന്റെ മകൾ പത്മജ എന്ന് പറയുന്ന ഒരു വനിതാ നേതാവ് BJP-യിലേക്ക് പോകുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല. നമ്മൾ ചിന്തിക്കുന്നത് അവർ കോൺഗ്രസിൽ ജനിച്ചത് മുതൽ കാണുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് അവർ പോയി എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. വനിതകൾക്ക് ഒരു തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നില്ല, അവരെ പരിഗണിക്കുന്നില്ല. സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നതല്ലാതെ ഒരു വനിതകൾക്കും അതിൻ്റെ അകത്ത് ഇവരോടൊപ്പം നിൽക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ അകത്ത് സ്ഥാനമാനങ്ങളുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പടിക്ക് പുറത്ത് നിൽക്കണം എന്നുള്ള നിലപാട് സ്വീകരിച്ചപ്പോഴാണ് താൻ BJP-യിലേക്ക് വന്നത്. ഇനി BJP-യിലേക്ക് വന്നിട്ടും അവർക്ക് അർഹമായ സ്ഥാനം കിട്ടിയോ എന്ന് ചോദിച്ചാൽ അത് കൊടുക്കുമായിരിക്കാം, അറിയില്ല. ഇനിയും വരുന്ന തെരഞ്ഞെടുപ്പുകൾ അവരെ മത്സരിപ്പിക്കുമോ എന്നൊക്കെ ഉള്ളത്. തന്നെ ഭരിക്കുന്നത് ഇപ്പൊ സോണിയാഗാന്ധിയാണ് നമുക്കറിയാം. എന്നിട്ടും വേറെ ഒരു സ്റ്റേറ്റിലും സ്ത്രീകളായിട്ടുള്ള നേതാക്കള് പൊതുവെ കുറവാണ്. ഇപ്പൊ തമിഴ്നാട്ടിൽ വരുമ്പോ ആണെങ്കിൽ കരുണാനിധിയുടെ മകളുണ്ടാവും. അങ്ങനെ 1-2 മക്കള് വന്ന പാരമ്പര്യം അല്ലാണ്ട് കേരളത്തിലാണെങ്കിലും ഇപ്പൊ പത്മജയെ പോലും ഒരു പരിധി വിട്ട് അവർ മുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. അപ്പൊ സ്ത്രീകൾക്കൊരു ഇത് കൊടുക്കാത്ത ഒരു പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുക കോൺഗ്രസ്. പിന്നെ അവർ കൂടുതലും ചില പ്രാദേശികമായിട്ടുള്ള സിദ്ധാന്തങ്ങളൊന്നും അവർ ശ്രദ്ധിക്കാറില്ല. അവർക്ക് ആ ഗ്രൂപ്പിസം എന്നുള്ള ഒറ്റ കാരണത്തിൽ മാത്രം ഒതുങ്ങി പോവുക. കുറച്ച് നേതാക്കന്മാരുണ്ടാവും, അവർ പറയുന്നത് എന്താണോ അതിനു വേണ്ടി മാത്രം കുടപിടിക്കുക, അല്ലെങ്കിൽ അവരുടെ ആളുകൾ മാത്രം ഉണ്ടാവും. അത് അല്ലാണ്ട് അടിത്തറ ഇട്ടിട്ടുള്ള ഒരു വർക്കൊന്നും കോൺഗ്രസ് ഇപ്പോഴും തുടങ്ങിയതായിട്ട് പോലും. കാരണം ഈ വരാനിരിക്കുന്ന അവർക്ക് നിലവിൽ ഞങ്ങൾക്ക് കിട്ടും ഭരണം എന്ന് ഈ പറയുന്ന CPM ആണെങ്കിൽ പോലും അവർ നല്ല വ്യക്തമായിട്ട് അവരുടെ അടുത്ത ഇലക്ഷനിലൊക്കെ പ്രൊജക്റ്റുകൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ BJP ആണെങ്കിലും ഇപ്പോഴും അവർക്കുള്ളിൽ ഏത് പക്ഷമാണോ വരുന്നത് എന്നിട്ട് വേണം പാർട്ടി പണി തുടങ്ങാൻ എന്ന് വിചാരിച്ചിരിക്കുന്ന പ്രവർത്തകരാണ് ഉള്ളത്. അങ്ങനെയൊക്കെ ഇരിക്കുന്നിടത്തോളം കാലം ശശി തരൂർ പറയുന്നത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അതെ, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു തരൂരിന് കുറച്ചുകൂടി ബുദ്ധി ഉണ്ടെങ്കിൽ തരൂര് BJP-യിലേക്ക് പോകണമെന്നാണ്. കാരണം തരൂരിനെ പോലൊരാളെ എന്തായാലും കോൺഗ്രസ് ചുമക്കില്ല. കാരണം ഇവർക്ക് ഈ വിവരവും വിദ്യാഭ്യാസവും ഈ ലോകപരിചയവും ഇവർക്ക് ആവശ്യമില്ല. ഇവർക്ക് ആവശ്യം നേരത്തെ പറയുന്ന പോലെ സ്ഥാനമാനങ്ങളാണ്. അടിത്തറയിൽ പ്രവർത്തനമൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമൊന്നും അല്ല. ഇവർക്ക് വേണ്ടത് തരൂര് മാത്രമല്ല, ഇപ്പൊ നമ്മൾ തൊട്ടടുത്ത് കർണാടക നോക്കിയാലും അതെ, DK ശിവകുമാർ ഞാൻ ഹിന്ദുവാണ്, ഞാൻ ഹിന്ദു അതെ പറയാനുള്ള ധൈര്യം കാണിക്കുന്നുണ്ട്. കേരളത്തിലെ ഒരു നേതാവും ഹിന്ദുവാന്ന് പറയാനുള്ള ഒരു ധൈര്യം ഒരു നേതാവിനും ഇല്ല. ഉള്ള കുറി പോലും മാറ്റി നടക്കുന്ന ഉണ്ണിത്താനെ പോലുള്ളവർ. ഉണ്ണിത്താന്റെ കുറി മാറും. ഉണ്ണിത്താൻ അവിടെ മത്സരിക്കാൻ നിൽക്കുമ്പോൾ ഉണ്ണിത്താന്റെ കുറി എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയാം. ഉണ്ണിത്താൻ പുറകെ കുറിയിടും, അല്ലെങ്കിൽ ഇവിടെ മറ്റേ നിസ്കരിച്ചതിന്റെ താഴെ തിരിഞ്ഞു നിന്ന് നമ്മളെല്ലാം അമ്പലത്തിൽ പെട്ടെന്ന് തൊഴുന്നതിന് ഒരു തിരിഞ്ഞു നിന്ന് തൊഴാൻ. ഈ കർണാടകയിലെ വിജയം നട്ടല്ലു എന്ന് പറയുന്ന DK ശിവകുമാറാണ്. ശിവകുമാറിനെ അവിടെ രാഹുൽ ഗാന്ധിയുടെ വിജയമൊന്നും അല്ല, അത് DKയുടെ വിജയം, സ്വന്തം വിജയ കഴിവുകൊണ്ടുള്ള വിജയമാണ്. അതുകൊണ്ട് DK ശിവകുമാറിനെ തൊട്ട് കഴിഞ്ഞാൽ കേസിയും ഒരു സമയത്ത് ഒന്നിച്ചു നിന്നവരാണ്. അതിൽ നിന്ന് പയ്യെ DK മാറിയിട്ടുണ്ടെങ്കിൽ നാളെ കേരളത്തിൽ ഈ മാറ്റം ഉണ്ടാവും. അല്ല, DK അതിൽ നിന്ന് മാറി ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ ജനിച്ചത് ഹിന്ദുവായിട്ടാണ്, മരിക്കുന്നത് ഹിന്ദുവായിട്ടാണെന്ന് അദ്ദേഹം പറയുമ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകാനാണ് DKയുടെ ഇത്. ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നിട്ട് നിർത്തുന്നത് BJP ആണ്. തീർച്ചയായിട്ടും മല്ലികാർജുൻ ഖാർഗെയുടെ പേര് അദ്ദേഹം ചോദിച്ചു, മല്ലികാർജുൻ എന്ന പേര് മാറ്റാൻ നിങ്ങൾ തയ്യാറാണോ എന്ന്. അപ്പോൾ അത്തരത്തിലൊരു ചോദ്യം വരുമ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ DK കർണാടകയിൽ മത്സരിക്കുന്നത് BJP-ക്ക് വേണ്ടിയാണോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും.